ഇന്ത്യ പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രം, കോട്ടയം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രം. തെക്കുംകൂർ മഹാരാജാക്കന്മാർ പണി കഴിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട സ്വയംഭൂ ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠ. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ജീർണതകളും അതിനോടൊപ്പം സംഭവിക്കാം. കാലപ്പഴക്കം കൊണ്ട് തടിയുരുപ്പടികളിൽ പണിത പല ദാരുശില്പങ്ങൾക്കും ജീർണതകൾ സംഭവിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഈ ബെരിക്കൽ പുഴയുടെ മുകളിലായി കാണുന്ന ഈ ഭാഗത്ത് ദാരുശില്പങ്ങൾ ധാരാളമായി കുത്തിവെച്ചിരുന്ന ഒരു പ്രദേശമാണ്. അവയെല്ലാം താഴേക്ക് ഇറക്കി അതിൻ്റെ ജീർണത മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ക്ഷേത്ര ഉപദേശക സമിതിയും ക്ഷേത്ര സംരക്ഷണ സമിതിയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ശില്പങ്ങളിൽ ഓരോന്നും, ഈ മരത്തിൽ പണിതെടുത്തിട്ടുള്ള ദാരുശില്പങ്ങൾ ഓരോന്നും കാണുകയാണെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 400-500 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ എത്ര മനോഹരമായി ഒരു തച്ചൻ്റെ ഉളിയിലൂടെ അവൻ്റെ ആശയങ്ങൾ, പുരാണ ഇതിഹാസങ്ങളിലുള്ള രംഗങ്ങൾ ഒക്കെ എത്ര മനോഹരമായിട്ട് അതിൽ കൊത്തി ഫലിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അത്ഭുതം തോന്നിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇത്ര മനോഹരമായി ഇനി ഒരിക്കൽ അത് നിർമ്മിച്ചെടുക്കാൻ പറ്റുമോ എന്ന് പോലും പലപ്പോഴും നമുക്ക് തോന്നും. എന്നിരുന്നാലും ദേവസ്വം സംവിധാനങ്ങളെല്ലാം ഇപ്പോൾ ശ്രമിക്കുന്നത് ഇവയെല്ലാം പഴയ രീതിയിൽ തന്നെ മനോഹരമായി പുനഃസൃഷ്ടിക്കുക, പുതിയ തടിയിൽ സൃഷ്ടിച്ചെടുക്കുക. ഇപ്പോൾ ഇതിൽ തന്നെ കാണാം, നമ്പറുകളിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. 1, 2, 3 തുടങ്ങി നമ്പറുകളിട്ട് ആ ശില്പങ്ങളെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ അളവുകളുമൊക്കെ മനോഹരമായി എടുത്ത് പുതിയ തടി ഉരുപ്പടികളൊക്കെ എത്തിച്ച് അതിൽ ഇത്തരത്തിലുള്ള ദാരുശില്പങ്ങൾ പണിത് പുനരവതരിപ്പിക്കുന്നതിനുള്ള ശ്രമമാണ്. അപ്പോൾ ഇതിൽ തന്നെ കാണാം ഒരു മനോഹരമായ പാലാഴി മഥനത്തിൻ്റെ രംഗം നമുക്കവിടെ കാണാം. വളരെ എത്ര മനോഹരമായും എത്ര സൂക്ഷ്മമായ ദൃശ്യ വിസ്മയമാണ് ഈ മരത്തിൽ ഇവർ തീർത്തിരിക്കുന്നത് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് എന്നുള്ളത് വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യം ഒരു മരത്തിൽ തീർത്ത കൊത്തുപണിയാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള രീതിയിൽ മനോഹരമായ ഒരു ചെയ്തിയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഏറ്റവും മനോഹരമായ രീതിയിൽ നിർമ്മിച്ചെടുത്ത ഇത്തരത്തിലുള്ള ദാരുശില്പങ്ങൾ വർഷങ്ങളുടെ കാലപ്പഴക്കം കൊണ്ട് അതിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ മാറ്റി പുനരവതരിപ്പിക്കാനാണ് ക്ഷേത്രം ശ്രമിക്കുന്നത്. എല്ലാവർക്കും ഈ ശ്രമത്തിൻ്റെ ഭാഗമാകാൻ തീർച്ചയായിട്ടും സാധിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.